ഈ നേരിട്ട് വരെ ജീവിതം നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ട് വീണ്ടും അവരെ വിളിച്ച് അവളെ കല്യാണം കഴിക്കാനോ മഹർ കൊടുക്കാനോ ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക, അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കി. അല്ലാതെ ഈ പാവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ വേണ്ടത്. ഭർത്താവിനൊന്നും പറയില്ല. നാളെ പോരെ. എന്തിനാ വരുന്നത്? നാളെ എന്തിനാ വരുന്നത്? ഇന്നെ കൂട്ടിട്ട് പോവാനോ? അപ്പൊ എന്റെ ഹസ്ബൻഡിനും കുട്ടീനെ എന്ത് ചെയ്യും? അവരെ ഏറ്റെടുക്കണ്ട ജി. അവരെ നോക്കണ്ടേ? ഇന്നെ മാത്രം കൊണ്ടുപോയി ശരിയാവില്ലല്ലോ. ഇന്നെ മാത്രമായിട്ട് അങ്ങനെയാണ്. അതിന്റെ എന്റെ കാക്കാനൊക്കെ നോക്കണ്ടേ? അതിന് വേണ്ടിട്ട് എത്ര കഷ്ടപ്പെടുന്നത്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവല്ലോ. വീഡിയോ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്റെ മുന്നത്തെ വീഡിയോയും ഈ വീഡിയോ ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ഒക്കെ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുള്ളത്. അറിയില്ലേ? അപ്പൊ ആ ഒരാള് ഞാന് ഒറ്റ നിങ്ങളെ കൂടെ എങ്ങനെ വരിക? പറയടോ, പറയ്. ഈ എങ്ങണ്ടാണ് വിളിക്കണത്? സ്ഥലം പറയ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റഹീന എന്ന് പറയുന്ന തിരൂര് പയ്യനങ്ങാടി ഉള്ളൊരു സ്ത്രീയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അവരുടെ അവസ്ഥ ജസ്ന വ്ലോഗ് ഒരു വീഡിയോ ആയിട്ട് ജസീന ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടപ്പോൾ അതൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. റംസാന് തൊട്ടിട്ട് ചെയ്യലൊക്കെയാണ്. 3ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരാം കേട്ടോ. ഇത്ര ഇഷ്യൂസ് ആയത് കാരണം ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ, നമ്മുടെ ആൾക്കാരുടെ ഒരു അവസ്ഥ, ഒരു ചെറുപ്പക്കാരിയായാലോ അല്ല ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ വേദനിക്കുമ്പോഴോ ആ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ആ ഭർത്താവ് ഒന്ന് തളർന്നു കിടന്നാലോ അല്ലെങ്കിൽ ഒന്ന് മുറിഞ്ഞു കിടന്നാലോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയാലോ ആ സ്ത്രീ ഇന്നത്തെ കാലമാണ് പറഞ്ഞട്ടോ. ഒന്ന് മഹലുണ്ടെങ്കിലും മറ്റുള്ളവരുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഒരു കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളെ അവസ്ഥ. കിട്ടുന്നവർക്ക് കിട്ടുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇതിൽ ഇപ്പൊ ഇന്നിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ കൂടെയാണ് നമ്മളുടെ എന്താണ് അവസ്ഥകൾ വിവരിക്കുന്നത്. ഇതേപോലുള്ള യൂട്യൂബേഴ്സും മറ്റുള്ളവരും ഒക്കെ നമുക്ക് ചെറിയ യൂട്യൂബേഴ്സാണ് ഇവരൊക്കെ. പിന്നെ ഇതിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരാണ്. ജസ്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഇവർ 2ാമത്തെ വീഡിയോ ചെയ്തപ്പോഴും 1ാമത്തെ വീഡിയോ ചെയ്തപ്പോഴും അതിന് ആൾക്കാർക്ക് ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേയിൽ. ഈ നമ്പറിൽ വിളിച്ചിട്ട് ഓരോരുത്തർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഈ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ഈ ജസ്ന ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തെന്നാ, പിന്നെ നീ വരും എൻ്റെ കൂടെ, പറഞ്ഞിട്ടിട്ട് വരും, നിന്നെ ഞാൻ നിക്കാഹ് ചെയ്തോളാം, മാറി ഞാൻ നിനക്ക് തരാം. ഭർത്താവ് അടിച്ചുപൊളി ഭർത്താവ് അവിടെ ഉണ്ട്. ആ ആള് ഒന്ന് കാല് മുറിഞ്ഞതാണ് ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരാം. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കവുങ്ങുമ്പ കയറി ഒരു കയറ് കെട്ടാൻ കയറിയതായിരുന്നു. അതിൽ കോണിമന്നുണ്ട് കീപ്പെട്ടും പോകുന്നത്. അതിൽ കയറ് പൊട്ടിയതായിരുന്നു. ആ എല്ല് ആകെ തരിപ്പണായി. അതിൻ്റെ ഉള്ളിൽ 2 കമ്പി കയറ്റിയതാണ്. കമ്പി വെച്ചതാണോ? എങ്ങനെ എടുക്കാൻ പറ്റുന്ന കമ്പി? തലേൻ്റെ ഉള്ളിൽ ഒരു ഞരമ്പ് ബ്ലോക്കാണ്. ഇപ്പോൾ 12 വർഷം ഗുളിക കുടിച്ച് ലാസ്റ്റ് സർജറി ചെയ്യേണ്ടി വന്നു. വണ്ടി അപസ്മാരം ഉണ്ടായതാണ്. അപ്പോൾ വണ്ടി ഇടിച്ച് തമർന്ന് ഞാൻ അങ്ങനെ കഴിച്ചിലായി പോന്ന. ഈ വീഡിയോസിൽ പറയുന്നത് വെച്ചാൽ അവരെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ പോയിരുന്നു. നല്ല അപസ്മാരമുള്ള ആളാണ്. അപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫിൽ പോയിട്ട് ഡ്രൈവർ വിസക്കാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ അപസ്മാരം വന്നിട്ട് തല പിന്നെ പ്രശ്നങ്ങളായിട്ട് കാറൊക്കെ തകർന്ന് തരിപ്പണായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിട്ടാണ് റിട്ടേൺ നാട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞു. പിന്നെ അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവള് റൈനാക്ക് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്നിട്ട് ജോലി ചെയ്തിട്ടാണ് കുടുംബം പോയിട്ടുള്ള കുട്ടിയുണ്ട്. അപ്പോൾ ഇതും ട്രീറ്റ്മെൻറ്റും പിന്നെ വീട്ടിലെ ചിലവും കുട്ടീനെ പിന്നെ പഠിത്തവും എല്ലാം കൂടെ ആയിട്ട് ഇവർക്ക് ഈ സ്ത്രീക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പം അത് കണ്ടപ്പോൾ ഭർത്താവ് വീണ്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിയുന്നത് പറഞ്ഞത്. ഈ കാല് മുറിഞ്ഞത് എനിക്ക് കണ്ടപ്പോഴും എന്താ തോന്നിയെന്നറിയാം. ഞാൻ എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ വന്നു. അപ്പം അന്ന് ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് 4ാമത്തെ നിലയിൻ്റെ മുകളിൽ നിന്ന് കയറ് കെട്ടിയിട്ട് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ താഴെ വീണിട്ട് നട്ടിൽ പൊട്ടുകയാണ് ചെയ്തത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതേപോലെ ഏകദേശം പല അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പലരും എന്നോട് ഇതുപോലെ പത്രത്തിലും ഇതിലൊക്കെ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പൈസക്കും വേണ്ടിയിട്ട്, ചാരിറ്റിക്കും വേണ്ടിയിട്ട്. അതൊന്നും നമ്മളെ പള്ളി കമ്മിറ്റി മറ്റുള്ളവരൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ല.
ഇതുപോലെയുള്ള നമ്മളെ നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെയാണ് നമ്മളെ പോളിയിലെ കുറച്ച് കുട്ടികൾ, നല്ല നല്ല അധ്യാപകർ, സ്കൂളത്തെ അതുപോലെയുള്ള മറ്റുള്ളവരൊക്കെ നമ്മളെ ഒരു സംഘടനകളുണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു നമ്മളെ സഹായിച്ചിരുന്നത്. നമ്മളെ അയൽവാസികൾ നല്ല സഹായിച്ചിട്ടുണ്ട്. അതുപോലുള്ള സഹായങ്ങൾ കിട്ടിയാൽ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് അങ്ങനത്തെ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ സഹായം ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തിയിലൂടെ അവർ വരുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ ഒരു അവസ്ഥ കടന്നു പോയവളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു വേദന ഈ സ്ത്രീ പറയുമ്പോൾ, ഈ പെണ്ണ് പറയുമ്പോൾ എനിക്ക് തോന്നിയത്, പാവം തോന്നി, വളരെയധികം മനസ്സിൽ തട്ടിപ്പോയി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒരാൾക്കും കൊടുക്കാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥ നാളെ എൻ്റെ ഭാര്യയ്ക്ക് വന്നാലോ എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. ഒരു വട്ടെങ്കിലും ചിന്തിക്കണം. എൻ്റെ ഉമ്മാക്കോ എൻ്റെ പെങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ വന്നുകൂടായില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരാളെ പരസഹായം ചോദിച്ചിട്ട് അവർ ഇന്നത്തെ കാലത്തുള്ള ഒരു ഇത് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ ഇതേപോലെ കോൾ ചെയ്തിട്ട് നട്ടപ്പാതിരാക്കും, പട്ടാപ്പകലും രാത്രിയും പകലും എനി ടൈം അതിന് ഒരു സ്വസ്ഥതയില്ല എന്നാണ് പറയുന്നത്. അത്രയും വിളിച്ചിട്ട് അനാവശ്യങ്ങൾ പറയുക, സെക്സ് പറയുക, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സിൽ എത്ര വിഷമമുണ്ടാകും. അതെല്ലാം പോട്ടെ, ആ കേട്ട് നിൽക്കുന്ന ജീവനോടെ നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ എത്ര വേദന ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപയാണ് 2 രൂപ 1 രൂപ 1 രൂപ അവർ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ 200 100 ആയിട്ട് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ തലക്കുള്ള ചികിത്സ ചെയ്യണം, കാലിനുള്ള ചികിത്സ ചെയ്യണം, വീട്ടിലെ ചിലവ് നടത്തണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ക്യാഷ് കൊണ്ട് നടക്കണം. ഇവർക്കാണെങ്കിൽ ഇയാളെ നോക്കുന്ന കാരണം അധികം ജോലി ചെയ്യാനും പറ്റുന്നില്ല, ഷോപ്പിൽ പോയിട്ടൊന്നും നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇതിൽ കൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് ടച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളെ മനസ്സ് ഉണ്ടല്ലോ, നമ്മളെ മനസ്സ് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ എനിക്കും എൻ്റെ മക്കൾക്കും ഇതുപോലുള്ളൊരവസ്ഥ എൻ്റെ ഭാര്യക്കും മറ്റുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത്. വെറുതെ അല്ലല്ലോ, അഭിനയിച്ചിട്ടും പറയുന്നല്ലോ. നിങ്ങളെ മുന്നിൽ ആ വീഡിയോസ് ഫുള്ള് വരുന്നുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ആളെ മനസ്സിൽ എത്ര ഉണ്ടാവും വേദന. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. പലവട്ടം മൂപ്പരനെ എടുത്തിട്ടുണ്ട് ഫോണ്, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ നമ്മൾ വിളിക്കുന്നത്, ഭാര്യനോട് പറയാനുള്ള എന്നോട് പറഞ്ഞോളൂ പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അവരോട് പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര മാത്രം മനസ്സിന് വിഷമം ഉണ്ടാകും. ആരുള്ള പുരുഷൻ തന്നെയല്ലേ, ആളും പുരുഷത്തല്ലേ, ആള് മനസ്സെത്ര വിങ്ങും. അപ്പം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാം, നാളെ റിട്ടേൺ അടിച്ചിട്ട് നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത്. അപ്പം ഈ ഒരു കുറച്ച് സംസാരിക്കാനും ഇതിനെപ്പറ്റി പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവരെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരെ സഹായിക്കാം. ഇതിലൂടെ വേറെ രീതിയിൽ കൂടെ വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുമാകും. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ അവരോട് നമ്മൾ പെർമിഷനും വാങ്ങിയിട്ടില്ല നമ്പർ കൊടുക്കട്ടെ. അപ്പം അത് വേണോ വേണ്ടെന്നുള്ള തീരുമാനിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോസെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവർ കോൾ ചെയ്തിട്ട് ഇവരെ ശല്യം ചെയ്യുന്ന ആ ഒരു വീഡിയോൻ്റെ ചെറിയ ഭാഗം ഞാൻ ഇതിലിടുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അതായത് കണ്ടിന്യൂ ഇവരെ വിളിച്ചിട്ട് പ്രശ്നമാക്കി. എനിക്ക് ആ കോള് കണ്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നുന്നത് എന്താ പറയുക, അത് മാനസിക സമനില തെറ്റിയ ഒരാളാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ആൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പെണ്ണ് കെട്ടാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഒന്നുകൊണ്ട് വരുമ്പോൾ ആരെങ്കിലും കയറ്റി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതായിരിക്കും വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ വിട്ട് കളഞ്ഞാൽ മതി. പക്ഷെ ഇവർ ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീണ്ടും പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. കാരണം ഇവരുടെ നമ്പറും ഇവർക്ക് മാറ്റാനും പറ്റില്ല. ഗൂഗിൾ പേയിൽ കൊടുത്തു പോയില്ലേ, പലരും സഹായിക്കാനും മറ്റുള്ള രീതിയിലൊക്കെ വരുന്നല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തന്ത്രപൂർവ്വം അറിയുന്ന ആളായിരിക്കാം അത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കുമ്പോൾ, അവരെ കുടുംബത്തേക്ക് വെറുതെ ശല്യം ചെയ്യുമ്പോൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ ശല്യം ചെയ്യാതിരിക്കുക, മാറി നിൽക്കുക. ഇപ്പോൾ സഹായിക്കുന്ന ഒരു ടീമും അവർ ഇന്ന് വരെ വിളിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഗൂഗിൾ പേയിൽ ഇടും, ക്യാഷ് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ വേറെ വർത്താനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അത് നല്ല മനസ്സിനുടമകളാണ്. അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞിട്ട് മഹർ തരാം വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ 25 എത്ര വേണമെന്ന് വെച്ചാൽ 25 പോകണം.
അപ്പോൾ അത്രയും കൊടുക്കാൻ തയ്യാറുള്ള ആൾ ആ കുടുംബത്തിന് ഒന്നല്ലെങ്കിൽ സംരക്ഷിക്കാൻ നോക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. ഇത്രയും പൈസ ഒക്കെ ഉള്ള ആളും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് പറഞ്ഞിരുന്നത്. അഡ്രസ്സും ഡ്യൂപ്ലിക്കേറ്റാണ് പറഞ്ഞത്. സ്ലാങ് കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ എല്ലാം അപ്പാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നവർ അതൊക്കെ തന്ത്രപൂർവ്വം അഡ്രസ്സ് വരെ മാറ്റി വെച്ചിട്ട് അവർ പറയേണ്ട സമയത്ത് പറയും. ഇത് ഇവിടെ മാത്രമാവില്ല, പലയിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവരെ പണി അതായിരിക്കും, ഇവർ ജോലി അതായിരിക്കും. അപ്പോൾ അതങ്ങനെ വിചാരിച്ചാൽ മതി സഹോദരി. നമുക്ക് നിങ്ങളോട് റൈനാനോട് പറയാനുള്ള കാര്യം അതന്നെയാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഏതെങ്കിലും മെൻ്റലായിട്ടുള്ള ഏതെങ്കിലും സന്നദ്ധ തെറ്റിയൊരു പാവം ഏതെങ്കിലും മനുഷ്യനെ വിളിച്ചാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നല്ല മനുഷ്യരും ലോകത്തുണ്ടല്ലോ, നല്ലവരുണ്ട്. നമ്മളായി പിന്നെന്താ പറയുക, ഇത്രയും മലയാളികൾ എത്രയോ കോടികൾ ഓരോരുത്തർക്ക് സഹായം തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിപ്പോൾ ഒരു തുച്ഛമായതാണ്. 4 ലക്ഷത്തിൻ്റെ പുറത്താണ് അവർക്ക് കടമുള്ളത്. ഈ ചികിത്സയിലും ഇതിൽ കൂടെ വന്നിട്ടുള്ളത്. ആ കടങ്ങൾ വിട്ടാനാണ് ആ സഹോദരി ഒരു ഗത്യന്തരമില്ലാഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനെറ്റി വന്നിട്ടുള്ളത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കണില്ല. അത്രയും ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അവർ വേറെ രക്ഷയില്ലാതിട്ടാണ് ഇതിനിട്ടിട്ട് ഈ ഹസ്ബൻഡിനെ ഇട്ടിട്ട് അതിന് വേറെ എവിടെയും പോയിട്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഉള്ള ജോലി ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കടയിൽ പോയാലും ഇവിടെ വന്ന് നോക്കണം. അതിനെ പിടിച്ച് കൊണ്ടുപോകാനും ഇരുത്താനും നടക്കാനൊന്നും ആയിട്ടില്ല. അവരെ കാണുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായി വരാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.